അപ്പൊ എന്നോട് ഇങ്ങനെ പറയും, ഞങ്ങൾ കുറെ കാലമായിട്ട് ഈ ഉണ്ടാവണതിന്റെ മുമ്പ് പെപ്പാനിൽ ഞങ്ങൾ എഴുതുന്നു. എനിക്ക് എത്ര പ്രായമായി എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് എന്നോട്. അതായത് പിന്നെ BA MBBS കഴിഞ്ഞ ഏക്കുത്താട്ടുകാരനെ ഒരു ഡോക്ടർ അന്ന് വയനാട്ടിൽ വർക്ക് ചെയ്ത് ബത്തേരി, എന്നോട് അദ്ദേഹത്തെ ചോദിച്ചത് എനിക്ക് എന്താ അറിയാം. അപ്പൊ ഞാൻ വളരെ കാമായിട്ട്, കാരണം എനിക്ക് കിട്ടിയത് IIM ട്രെയിനിങ് ആണ്, ഡോക്ടറെ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് അന്ന് പഠിപ്പിച്ചെന്നില്ല നമ്മളെ. ഞാൻ എല്ലാം ക്ഷമയോട് കേട്ടു. ഞാൻ പറഞ്ഞു, സാർ സത്യം പറഞ്ഞാൽ ദിസ് ഇസ് ദ ബിഗിനിങ് ഓഫ് മൈ കരിയർ. സാറ് പോലുള്ള ഒരാള് ഇത്രയും കാലം വെപ്പാനിൽ എന്ന പ്രോഡക്റ്റ് എഴുതുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്, അസൂയുണ്ട്. എനിക്കും അങ്ങനെ ആവാൻ കഴിയുമോ? അപ്പൊ ശരിക്കും അവിടെ ഞാനൊന്ന് താഴ്ന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ കേൾക്കാൻ തയ്യാറായി. അല്ലെങ്കിൽ എന്താ പറയാ, ആ വർത്താനം അവിടെ നിർത്തും. എന്നെ പറ്റി മിനിയാന്ന് ഇതേപോലെ ഉണ്ടായി. എന്റെ ഈ 2020 ഇരുന്ന ആളെ, 2020 കസ്റ്റമർ കെയറിൽ ഇരുന്ന ആളെന്നെ അവിടുന്ന് അനുഭവം കിട്ടുകയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി കോമ്പറ്റീറ്റർ കുറ്റാണ് എന്റെ അടുത്ത് അയാൾ പറയുന്നത്, അവിടെ വന്നിരുന്ന ആളെ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറെ പറഞ്ഞത് ശരിയല്ല, സാറിന് തോന്നിയതാണ്, അവർ ഇന്ന രീതിയിലാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോ എന്റെ ഓഡിയൻസ് എനിക്ക് ബിസിനസ് തന്നു എന്നുള്ളതാണ്. എന്റെ ഓഡിയൻസ്. കാരണം എന്താ, എല്ലാരും എന്താ പറയാ, അവര് മോശമാണ് ഞങ്ങൾ നല്ലതെന്നല്ല പറയാ. അത് പറയാനല്ല നിങ്ങൾ പ്രൊഫഷണൽ ബിസിനസ്സുകാരാവുന്നത്, അത് പറയാനല്ല BNI പഠിപ്പിക്കുന്നത്. അപ്പോ അത് കേൾക്കുമ്പോ പറയാം, സാർ ഇങ്ങനെയാണെന്ന് പറയുമ്പോ എന്നെ കേൾക്കാൻ ആ ഡോക്ടർ തയ്യാറായി. ഞാൻ പറഞ്ഞു, സാറ് പാരലായിട്ട് സാറൊന്ന് ഉപയോഗിക്കുക. സാർ ഇത് ഡീപ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ ആണ്, ഷെയ്ക്ക് ചെയ്യണ്ട. 178 mg/ml ആണ്. ഞാനൊരു 30 സെക്കൻഡിന്റെ താഴെ എടുത്തിട്ടാ പറഞ്ഞത്. അടുത്ത പ്രാവശ്യം പ്രിസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. മരിക്കുന്നത് വരെ അദ്ദേഹം, ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്പേസ് ഉണ്ടാക്കണം. അതാണ് നേരത്തെ വാസി പറയുന്നത്, സ്പേസ് ഉണ്ടാക്കാതെ നമ്മളെ പറ്റി പറയാൻ പറ്റില്ല. ആദ്യം തന്നെ ചെന്നിട്ട് നിങ്ങൾ കോമ്പറ്റീറ്റർ മോശമാണെന്ന് പറയരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതൊരു ഒബ്ജക്ഷൻ ആണ്.